ഡൽഹിയുടെ ജനവിധിയിൽ നിർണായകമായ രണ്ട് പ്രശ്നങ്ങളാണ് കുടിവെള്ളവും വൈദ്യുതിയും. ഡൽഹി നിവാസികളിൽ 80% മാത്രമേ വെള്ളം ലഭിക്കുന്നുള്ളൂ. ഇതിൽ തന്നെ ഭൂരിഭാഗം പേർക്കും ആവശ്യത്തിനനുസരിച്ച് വെള്ളം ലഭിക്കുന്നില്ല. 20% വെള്ളമേ ലഭിക്കുന്നില്ല. കിട്ടുന്ന വെള്ളത്തിലെ മാലിന്യവും വലിയ പ്രശ്നമാണ്. വിതരണത്തിൽ 30% വെള്ളം പാഴായി പോകുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. ഒപ്പം ഡൽഹി ജലബോർഡിലെ ക്രമക്കേടുകളും കുടിവെള്ളക്ഷാമത്തിന് കാരണമാണെന്ന് ആം ആദ്മി പാർട്ടി പറയുന്നു. ഇത് പരിഹരിച്ച് ഓരോ കുടുംബത്തിനും 700 ലിറ്റർ വെള്ളം സൗജന്യമായി വിതരണം ചെയ്യുമെന്നാണ് പാർട്ടിയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം നടപ്പിലാക്കാനുള്ള തീരുമാനം തിങ്കളാഴ്ച ഉണ്ടാകുമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. സാധ്യമാകുന്ന സ്ഥലങ്ങളിൽ ഉടൻ സൗജന്യമായി വെള്ളം വിതരണം ചെയ്യും. ബാക്കിയിടങ്ങളിൽ തടസ്സങ്ങൾ പരിഹരിച്ച് എത്രയും വേഗം പ്രഖ്യാപനം നടപ്പാക്കും. വൈദ്യുതി നിരക്ക് പകുതിയാക്കി കുറക്കുന്നതിനെ സംബന്ധിച്ച് ചൊവ്വാഴ്ച തീരുമാനമെടുക്കുമെന്നും കെജ്രിവാൾ അറിയിച്ചു. എളുപ്പം നടപ്പിലാക്കാവുന്ന പ്രഖ്യാപനമല്ല ഇത്. നിരക്ക് കുറക്കുന്നതിന് വൈദ്യുതി വിതരണം നടത്തുന്ന കമ്പനികളെ ഓഡിറ്റിംഗിന് വിധേയമാക്കുക, കമ്പനി സ്ഥാപിച്ച മീറ്ററുകൾ പരിശോധിച്ച് ക്രമക്കേടുകൾ പുറത്തുകൊണ്ടുവരിക തുടങ്ങിയ നടപടികളാണ് പാർട്ടി ആലോചിക്കുന്നത്. ഇതിനുള്ള നടപടികളായിരിക്കും ഉടൻ പ്രഖ്യാപിക്കുക. അതേസമയം ഒന്നിൽ കൂടുതൽ കമ്പനികളെ വൈദ്യുതി വിതരണത്തിന് കൊണ്ടുവരാനും ആലോചനയുണ്ട്. ഇതോടൊപ്പം ഡൽഹിയിൽ കഴിഞ്ഞ ആഴ്ച CNG സിലിണ്ടറുകൾക്ക് വില കൂടിയത് സർക്കാർ പരിശോധിക്കും. ന്യായമായിട്ടല്ല വില കൂട്ടിയതെങ്കിൽ വില വർധന പിൻവലിച്ചേക്കും. വില വർധന അനിവാര്യമാണെങ്കിൽ ടാക്സി നിരക്കുകൾ വർദ്ധിപ്പിക്കാനും ആലോചിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ ടാക്സി തൊഴിലാളി സംഘടനകൾ കെജ്രിവാളുമായി ചർച്ച നടത്തിയിരുന്നു. മീഡിയ 1 ഡൽഹി.